ത്രേസ്യ നേരിൽ കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഗ്രാസിയാനെ കണ്ടുമുട്ടുകയും ഇദ്ദേഹത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പുതിയ മിഷൻ സ്ഥലത്തിലേക്കുള്ള യാത്ര തുടരുകയുമാണ്. ഇതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ ദൈവഹിതത്തിൻ്റെ ഭാഗമാണെന്നോ തിരിച്ചറിവ് ത്രേസ്യയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇത് കൂടുതൽ ദൈവാനുഭവത്തിലേക്ക് ത്രേസ്യയെ നയിക്കുകയും ചെയ്തു. നമുക്ക് നമ്മുടെ സഭാസ്ഥാപകരെ നന്ദിയോടെ ഓർക്കാം. ഈ അവസരത്തിൽ അന്തിയുറങ്ങാൻ മരച്ചുവടുകളും വിശന്ന് നടക്കേണ്ടി വന്നപ്പോൾ അരമുറുക്കി കെട്ടിയും ദീർഘദൂര യാത്രകളിൽ കാൽനടയായും ഇരുചക്ര വാഹനങ്ങളെ ആഘോഷമായി സ്വീകരിച്ചുകൊണ്ട് സ്വയം ചുരുങ്ങി സഭയെ വലുതാക്കി മാറ്റിയ പുണ്യജീവിതങ്ങളെ ഓർക്കാം ഒരു നിമിഷം. ആവിലായിലെ ത്രേസ്യ ഫാദർ ഗ്രേഷ്യന്റെ നിർദ്ദേശമനുസരിച്ച് സെവില്യായിൽ എന്ന പട്ടണത്തിൽ ഒരു മഠം സ്ഥാപിക്കുന്നതിനുള്ള യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. പലരും ചേർന്ന് ഒരു മഠം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം തരാൻ തയ്യാറായിരുന്നുകൊണ്ട് അവിടെ ഒരു മഠം സ്ഥാപിക്കുക എളുപ്പമാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അവിടെ ഒരു മഠം സ്ഥാപിക്കുന്നത് ദൈവമഹത്വത്തിന് കൂടുതൽ ഉപകരിക്കുമെന്നും അവൾക്കറിയാമായിരുന്നു. അങ്ങനെ മഠം സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അതിനിടയിൽ ഒരു സഹോദരി മരിയ ഫാദർ ഗ്രേഷ്യന്റെ ഉപദേശവും പ്രാർത്ഥനയും ചോദിക്കുകയാണ്. ഇതെല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ത്രേസ്യയെയും ഇവിടെ കാണാം. Van las patentes, el recado de escribir, el libro de cuentas. Sí, bien, en mi casa. Mejor con vuestra reverencia. Nunca olvidaré sus consejos, Padre Gracián. Le echaremos en falta allí, en Sevilla. Y yo, hermana, pero iré pronto a verlas. Dios lo haga. La Madre Teresa de Jesús. Le traigo un mensaje del convento de Valladolid. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ത്രേസ്യയ്ക്ക് ഒരു എഴുത്ത് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളടക്കവും പശ്ചാത്തലവും ഇതായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രാജ്ഞിയുടെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ത്രേസ്യയുടെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് എഴുതിയ ഒരു പകർപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് അത് വായിച്ചറിയാൻ വേണ്ടിയായിരുന്നു. താനും ഭർത്താവ് മാത്രമേ ഇത് വായിക്കുകയുള്ളൂ എന്ന് രാജ്ഞി ഉറപ്പും കൊടുത്തിരുന്നു. പിന്നീട് ത്രേസ്യയുമായുള്ള അടുപ്പം കുറയുകയും രാജ്ഞിയുടെ വെറുപ്പ് മൂലം രാജാവിന്റെ മരണത്തിന് ശേഷം ഇത് സഭാകോടതിയിൽ സമർപ്പിക്കുകയും ഇതിൽ പറഞ്ഞിരിക്കുന്ന ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും അപകടകരമായ ചില സിദ്ധാന്തത്തിന് തുടക്കമാണെന്നും ധരിപ്പിച്ചു. അതിനാൽ ത്രേസ്യയുടെ പുസ്തകങ്ങൾ മുഴുവനും ഇൻക്വിസിഷനിൽ കൊടുത്തിരിക്കുന്നു എന്ന സന്ദേശം അടങ്ങിയ കത്താണ് ത്രേസ്യയ്ക്ക് ലഭിച്ചത്. ഈ യാത്രയിൽ ഫാദർ ജൂലിയനും കോൺവെന്റിലെ ചാപ്ലിൻ അച്ഛനും ഒരു അൽമായ സഹോദരനും 7 സഹോദരിമാരും 4 കുതിരവണ്ടികളായി ആണ് യാത്ര. ആദ്യ രാത്രി വഴിയരികിലെ ഒരു ആശ്രമത്തിൽ ഉറങ്ങി. ഉറങ്ങാനുള്ള കിടക്കകൾ എടുത്തിരുന്നില്ല. അതിനാൽ തറയിൽ കിടന്ന് ഉറങ്ങാൻ നിർബന്ധിതരായി. ത്രേസ്യയ്ക്ക് ശക്തമായ ക്ഷീണവും ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും അജ്ഞാതമായ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പൊതുസത്രങ്ങളിലെ അവരുടെ ഒഴിവാക്കാനാവാത്ത വിശ്രമ സ്ഥലങ്ങളെക്കുറിച്ച് ത്രേസ്യയ്ക്ക് വളരെ ഭയമുണ്ടായിരുന്നു.
ഏറ്റവും കഠിനമായ പീഡനമായിരുന്നു യാത്ര. അസഹനീയമായ ചൂടും ദാഹവും ഇവരെ വല്ലാതെ തളർത്തിയിരുന്നു. എവിടെയും നീരുറവുകൾ പോലും കാണാനില്ലായിരുന്നു. ഓരോ വാട്ടർ ജഗ്ഗിനും നല്ല വില കൊടുക്കേണ്ടി വന്നു. സിസ്റ്റേഴ്സിന് ധാരാളം കുടിവെള്ളം ആവശ്യമായിരുന്നു. അങ്ങനെ വെള്ളം വീഞ്ഞിനേക്കാൾ വിലയേറിയതായി മാറി. ഇവരുടെ ഭക്ഷണം സാധാരണയായി അല്പം ബ്രെഡും കുറച്ച് ബീൻസും കുറച്ച് ചെറിയും അല്ലെങ്കിൽ ആപ്പിളും ഒക്കെ ആയിരുന്നു. Se han podrido los alimentos con el calor. El padre Ávila dice que habrá que seguir camino, por si encontramos algo en algún pueblo. Se está tan bien aquí. Pero no hay río cerca. Ya no hay agua. No. ¿Qué dice? ¿No nos vamos? No parece que tenga muchas ganas de moverse. Ha visto. ത്രേസ്യ മറ്റു സഹോദരിമാരെ കൂട്ടി പുതിയ കോൺവെന്റ് തുടങ്ങുവാനായി യാത്ര പുറപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. പട്ടണത്തിലേക്ക് പ്രവേശിച്ച് ഇതിനിടയിൽ തെരേസ്യയ്ക്ക് കടുത്ത പനി പിടിവിട്ടു. ഇത്രയും ശക്തമായ പനി ഇതിനു മുമ്പ് അവൾക്കുണ്ടായിട്ടില്ല. പനിയുടെ ആധിക്യം കൊണ്ട് അവളുടെ ബോധം തന്നെ പോയിരുന്നു. യാത്രയിൽ ആരോഗ്യം വീണ്ടെടുത്ത് സെവിലിയൻ പട്ടണത്തിലെത്തി. ഇവിടെ എല്ലാവരും ഒരാഘോഷ തിമർപ്പിലായിരുന്നു. സെവിലിയൻ പട്ടണത്തിൽ ഫാദർ മരിയാനോ ഇവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന വീട്ടിലെത്തി. സംഗതികളെല്ലാം താൻ ആഗ്രഹിക്കുന്നത് പോലെ ശരിയാണെന്നാണ് ത്രേസ്യ കരുതിയത്. പക്ഷേ ഒന്നും ശരിയായില്ല. ഇതിനെ ചൊല്ലിയുള്ള സംസാരങ്ങളും അവിടെ ഉണ്ടായി. Me parece bien pequeña y húmeda. ¿No ha podido hallar nada mejor? No ha sido posible. Encontré menos ayuda para la obra de la que esperaba. Pero habrá conseguido... ഇവിടുത്തെ ആർച്ച് ബിഷപ്പിന് നിഷ്പാതുക കർമ്മലീത്ത വൈദികരോട് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ദാരിദ്ര്യത്തിൽ അധിഷ്ഠിതമായ മഠങ്ങൾ സ്ഥാപിക്കുന്നതിന് ആർച്ച് ബിഷപ്പ് എതിരായിരുന്നു. Por los conventos que ya hay. അദ്ദേഹത്തിന് അതിനുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു. Yo he venido aquí a fundar... നവീകൃത സന്യാസികൾക്ക് സ്ഥിര വരുമാനമില്ലായിരുന്നു. അതാണ് മഠസ്ഥാപനത്തിനുള്ള പ്രതിബന്ധമായി വന്നത്. fundar el arzobispo. No, no, debe esperar. ¿Y el padre Gracián qué dice? Ha escrito Monseñor. Monseñor hablará con la Madre Teresa. Hace falta paciencia. Paciencia, paciencia. He tenido ya tanta. 6 libras de pan. പിന്നീട് യാത്രാ ചെലവ് കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ കുറച്ച് പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അത് എണ്ണി തിട്ടപ്പെടുത്തുകയാണ് ത്രേസ്യായും സഹായിയായി വന്ന സന്യാസ പുരോഹിതനും. 18 maravedíes. കൃത്യമായ കണക്ക് ചോദിച്ചറിയാൻ ത്രേസ്യ പരിശ്രമിച്ചപ്പോൾ അസ്വസ്ഥപ്പെടുന്ന കഠിനാധ്വാനിയായ സഹോദരനെയാണ് നാം ഇവിടെ കാണുന്നത്. Del tapiador, madre. Como vuestra reverencia se empeña en ser la que mejor paga de Sevilla. Calle, calle, que siempre me hace las cuentas del gran. ഇവരുടെ കൂടെ പോന്നവർ മടങ്ങിപ്പോകാറായി. അവർക്ക് വേണ്ടി കുറച്ച് പണം കടം വാങ്ങി കൊടുക്കേണ്ടി വന്നു. ¿Qué lenguaje es ese? Si es que, madre, me saca de quicio. Me trae como un jarrillo de mano de acá para allá. Desbocado de pescozones. Haciéndome tratar con gentes de toda ralea. Y encima me ofende. Ande, hombre, quite allá. Bien sé yo lo mucho que le debo. Y mejor lo sabe su divina majestad, que le habrá de pagar todo lo mucho que ha trajinado en las fundaciones. Sí, las fundaciones. 7 reales y medio al maestro albañil. No se me ponga mohino, que también sabe lo mucho que le quiero. സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അനുഭവങ്ങളെ ത്രേസ്യ എഴുതി സൂക്ഷിക്കുകയാണ്. ത്രേസ്യയുടെ സഹോദരന്റെ പുത്രിയെയാണ് ഇവിടെ നാം കാണുന്നത്. അവൾ ത്രേസ്യയെ പോലെ ഒരു കന്യാസ്ത്രീയാകാൻ ആഗ്രഹിക്കുന്നു. Si no son las suyas, y el responder a ellas mucho más. Y lo uno y lo otro me es alivio con vuestra reverencia. Ya habrá sabido cómo vinieron mis hermanos en la flota que arribó de las Indias el 12. Lorenzo de Cepeda es el que yo quiero, y yo le digo que, aunque no fuera hermano mío, por ser tan virtuoso y siervo de Dios, es mucho para amar. Su hija, la Teresa, habrá 8 o 9 años, y es harto bonita y hermosa. Estás muy guapa. Él se quiere estar aquí este invierno, por no irse de conmigo. Ave María. Sí, pase. Muy bien. Madre Teresa, aquí vienen 3 que quieren ser novicias. Una es esa señora principal de quien nos habló el padre Mariano, la que tiene fama de... ഇതിനിടയിൽ നവീകൃത കർമ്മിലീത്ത മഠത്തിൽ ചേരാൻ പ്രഭു കുടുംബത്തിൽപ്പെട്ട 3 സ്ത്രീകൾ വരുന്നു. അവരെ കണ്ട് സംസാരിക്കാൻ ത്രേസ്യ പോവുകയാണ്. Vamos a ver. Mi monjita, mi monjita. Oye, dime, ¿cómo te llamas? Teresia. ¿Cómo? Teresia. Teresia. Hija mía, Teresia. Aquí tienen a la... ഇവർ മൂവരും സ്വയം പരിചയപ്പെടുത്തുകയും ഇതിനിടയിൽ മഠത്തിലെ ചെറിയ പരിമിതികളിൽ അസ്വസ്ഥരാകുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. Y estas doncellas, Margarita Ramírez y Ana. ത്രേസ്യ ഇവരോട് മുൻകൂട്ടി പറയുന്നുണ്ട്, Yo soy de Casero. ഇങ്ങനെയുള്ള അസ്വസ്ഥതകളോടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്നത് നന്നല്ല എന്ന്. Hija mía, മാത്രമല്ല പൊങ്ങച്ച നിറഞ്ഞ വാക്കുകളായിരുന്നു ഇവരുടേത്. digo, si no protestas, es mi manera. Qué calina. ¿Nos podemos sentar? Supongo que le habrán llegado noticias de mí. Algo he oído. ¿Conocen la regla de nuestra orden? ¿Y eso qué es? Las normas por las que nos regimos las carmelitas descalzas. Elegimos a personas de oración y que ത്രേസ്യ pretenden toda perfección. വളരെ സുവിക്തമായി പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ സഭയിലേക്ക് പ്രാർത്ഥിക്കുന്നവരും ലൗകിക കാര്യങ്ങളെ ഒഴിവാക്കി പരിപൂർണ തേടുന്ന വ്യക്തികളെയാണ് സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഇത് സാധിക്കുമോ എന്നറിഞ്ഞുകൂടാ. അത് കണ്ടറിയാമെന്ന് പറഞ്ഞ് ഇവർ സമൂഹത്തിൽ അർത്ഥിനികളായി തീരുവാൻ തയ്യാറാകുന്നു. പിന്നീട് ഈ 3 പേർക്കും മഠത്തിന്റെ പരിമിതികൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. ഇവർക്ക് പ്രത്യേക ഭക്ഷണം വേണമായിരുന്നു. ഒരിക്കൽ ത്രേസ്യ ഇത് ചോദ്യം ചെയ്തു. ഇങ്ങനെയുള്ള പ്രത്യേക ഭക്ഷണ രീതികൾ ഇവിടെ പറ്റില്ല എന്ന് തന്നെ ത്രേസ്യ ശക്തമായി അറിയിക്കുകയും ചെയ്തു. Es que aquí no se permiten esos lujos. ഇവൾ ത്രേസ്യയ്ക്കെതിരെ തർക്കുത്തരങ്ങൾ പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. Tiene bula para todo. ഒടുവിൽ ഇവിടുത്തെ നിയമങ്ങളും ക്രമങ്ങളും പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇറങ്ങിപ്പോയിക്കൊള്ളാൻ ത്രേസ്യ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. ¿Por qué vino a fundar a Sevilla si nos tiene tanta tirria la andaluza?
Que no hay cosa que hagamos que le parezca bien. Yo no hago diferencias entre las castellanas y ഇവൾ las ത്രേസ്യായ്ക്കെതിരെ തർക്കുത്തരങ്ങൾ പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. Yo no me creo santa. ഒടുവിൽ ഇവിടുത്തെ നിയമങ്ങളും ക്രമങ്ങളും പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇറങ്ങിപ്പോയിക്കൊള്ളാൻ ത്രേസ്യ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. Me ha tomado celos. Jamás me han preocupado esas habladurías. Aquí de lo que se trata es de saber si somos capaces de guardar fidelidad al espíritu de la reforma o de no serlo. No hay otra alternativa. Una reforma inventada a su capricho. Y que ya deja hablar hasta la Inquisición. Mucho padre Gracián va a necesitar para librarse de ella. Basta. Creo que haría bien abandonando este convento. Lo haré. Pero se acordará de quién es María del Corro. ദൈവിക പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും കൃത്യമായ ലക്ഷ്യവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും ധീരതയോടെ തരണം ചെയ്യുവാനും മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമെന്ന് ത്രേസ്യ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവിക സംവിധാനങ്ങളോടുള്ള പരിപൂർണമായ വിശ്വസ്തതയാണ് ത്രേസ്യയുടെ ജീവിതം മുഴുവനും. പുതിയ കോൺവെന്റുകൾ ആരംഭിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും കൊണ്ട് സന്യാസിനികളാക്കി എണ്ണം തികയ്ക്കാൻ ത്രേസ്യ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സമയാസമയങ്ങളിൽ കൊടുക്കുകയും അത് ഉൾക്കൊള്ളാൻ മനസ്സുള്ളവരെ മാത്രമേ സന്യാസ ജീവിതം തുടരുവാൻ ത്രേസ്യ അനുവദിച്ചിരുന്നുള്ളൂ എന്നത് വ്യക്തമാണ്.